നമസ്കാരം. ഇന്ന് രാമായണം പാരായണം ചെയ്യുന്നത് പുത്രലാഭാലോചന തുടങ്ങിയാണ് ദശരഥൻ്റെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. പുത്രലാഭാലോചന. അമിത ഗുണവാനാം നൃപതി ദശരഥൻ, അമലൻ അയോധ്യാധിപതി ധർമാത്മാ വീരൻ, അമരകുലവരതുല്യനാം സത്യപരാക്രമൻ, അംഗജസമൻ കരുണാരത്നാകരൻ, കൗസല്യാദേവിയോടും ഭക്തൃശുശ്രൂഷക്കേറ്റം കൗശല്യമേറിയിടും കൈകേകിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്തു നല്ലോ നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടണം. പുത്രന്മാരില്ലായകയാൽ എനിക്ക് രാജ്യാദിസമ്പത്ത് സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്ക് 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരപതേ. വൈകാതെ വരുത്തണം ഋഷ്യശൃംഖനെയിപ്പോൾ ചെയ്ക നിഗുണനിധേ പുത്രകാമേഷ്ടി കർമ്മം. പുത്രകാമേഷ്ടി തന്നുടെ ഗുരുവായ വസിഷ്ഠ നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ. ശാലയും പണി ചെയ്തു സരയൂ തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാനതുകാലം. അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാകിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയ്വതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമേഷ്ടി കർമ്മം ഋഷ്യശൃംഖനാൽ ചെയ്യപ്പെട്ടോരാഹൂതിയാലേ വിശ്വദേവതാഗണം തൃപ്തമായതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ഡത്തിൽ നിന്നു പൊങ്ങിനാൻ അഗ്നിദേവൻ. താവകം പുത്രീയമി പായസം കൈക്കൊള്ളുക നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും. ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞയാ പരിഗ്രഹിച്ചു നൃപതിയും. ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷനാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാദേവിക്കർത്ഥം കൊടുത്തു നൃപവരൻ. ശൈഥില്യാത്മന പാതി നൽകിനാൻ കൈകേയിക്കും. അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവിതാനും തന്നുടെ പാതി കൊടുത്തിടിനാൾ മടിയാതെ. എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേകിയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം. തൽപ്രജകൾക്ക് പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂവരുമതുകാലം. അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ. ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്കനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരുന്തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും. തൽപ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും
അല്പമായി ചമഞ്ഞിതു സന്താപം ദിനംതോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം. സീമന്തപുംസവനാദിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും 4 പിറന്നാരുടൻ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ. നക്ഷത്രൻ പുനർവസു നവമിയല്ലോ തിഥി, നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി. കർക്കിടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും അത്യുച്ചസ്ഥനുദയം കർക്കടകം. അഗ്രജൻ തുലാത്തിലും അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ. ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേകിയും പുഷ്യനക്ഷത്രം കൊണ്ടേ. പിറ്റേനാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ. ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം ഉദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്ര വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മകുടവും സുന്ദര അളകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണ നയനവും ആരുണ്യാംബര പരിശോഭിത ജഘനവും ശംഖചക്രാബ്ജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും. ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. കുണ്ടലമുക്താഹാര കാഞ്ചീനൂപുരമുഖമണ്ഡലങ്ങളും ഇന്ദുമണ്ഡലവദനവും പണ്ടു ലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുണ്ടായൊരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവിതാനും വന്ദിച്ചു തെരുതരെ സ്തുതിച്ചു തുടങ്ങിനാൻ. നമസ്തേ ദേവേ ദേവ, നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര, നമസ്തേ വാസുദേവ മധുസൂദന ഹരേ, നമസ്തേ നാരായണ നമസ്തേ നരകാരേ, സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗൽപദേ. നിന്തിരുവടിമായാദേവിയെ കൊണ്ടു വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. സത്വാദിഗുണത്രയമാശ്രയിച്ചെന്തിന്നിതെന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേലയത്രേ. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയൻ ഏകൻ നിശ്ചലൻ നിരുപമൻ
നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കന്മഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്കൃതൻ നിരാകാരൻ നിർജരനിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസപത്മമധുപൻ മധുവൈരി സത്വജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിൻ തിരുവടി നൂനം നിൻ തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു. അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഠരത്തിൽ ഇങ്ങനെ വധിപ്പതിനെന്തു കാരണം പോറ്റി? ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണാവന്നു മുഗ്ധയാമെനിക്കിപ്പോൾ. ഭക്തൃപുത്രാർത്ഥാകുല സംസാര ദുഃഖാംബുദൗ നിത്യവും നിമഗ്നയായി അർത്ഥ്യത്വം ഭ്രമിക്കുന്നീൻ. നിന്നുടെ മഹാമായ തന്നുടെ ബലത്തിനാൽ ഇന്നു നിൻ പാദാംബോജം കാൺമാനും യോഗം വന്നു. തൊൽക്കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം ഈ കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ. വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേശ മോഹിപ്പിച്ചിടായികമാം ലക്ഷ്മീപതേ. കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ. ലാളനാശ്ലേഷ്യാദ്യാനുരൂപനായിരിപ്പോരു ബാലഭാവത്തെ മമ കാട്ടേണം ദയാനിധേ. പുത്രവാത്സല്യവാജ്യമായ ഒരു പരിചരണത്താലെ കടക്കേണം ദുഃഖസംസാരാർണവം. ഭക്തി പൂണ്ടിത്തം വീണുവണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമൻ അരുൾ ചെയ്തു. മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും. ദുർമതം വളർന്നോരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്കു വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവവംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ. പുത്രനായി പിറക്കേണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം. പൂർവജന്മനി പുനരതു കാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു. ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം. എന്നുടെ രൂപം ഇതം നിത്യവും ധ്യാനിച്ചുകൊള്ളുകെന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും. യാതൊരു മർത്യനിക നമ്മിലെ സംവാദം ഇതാദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും
ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാം. ഇത്തരമരുൾ ചെയ്ത ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ. ഇന്ദ്രനീലാഭ പൂണ്ട സുന്ദരരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ. ചന്ദ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താൻ. നന്ദനനുണ്ടായതെന്നാശു കേട്ടോരു പംക്തിസന്ധ്യന്നഥ പരമാനന്ദകുലനായാൻ. പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യാഖിലാർത്ഥ ദാനങ്ങൾ ചെയ്താൻ. പുത്രവക്രാപ്തം കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ. ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ ജാതനായതു കൈകേയി സുതൻ പിറ്റേന്നാളും. സുമിത്രാപുത്രന്മാരായുണ്ടായതിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം. ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും. സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാദി പദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവനാം വിണ്ണവർ നാട്ടിലും ഉണ്ടായതു മഹോത്സവം. കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും. സമസ്ത ലോകങ്ങളും ആത്മാവാമിവങ്കലെ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ. ഭരണനിപുണനാം കൈകേയി തനയനു ഭരതനെന്നു നാമമരുളി ചെയ്തു മുനി. ലക്ഷണാന്വിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവും അരുൾ ചെയ്തു. ശത്രുവൃന്ദത്തെ ഖനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും. നാമധേയവും 4 പേർക്കും വിധിച്ചേവം. ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമോദം. ബാലക്രീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിൽ ഒന്നിച്ചു വാഴും. ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ. കോമളന്മാരായോരു സോദരന്മാരുമായി ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണപാംഗവീക്ഷണം കൊണ്ടും സാരസ്യവ്യക്തവർണാലാപ പീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദദേഹമാർദ്ദവം കൊണ്ടും ബന്ധുഗദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയയാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേട്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഫലദേശാന്തേ സ്വർണാശ്വത്ഥവർണാകാരമാൻ മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും. അഞ്ജനം അണിഞ്ഞതിമഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണി കുണ്ഡലം പിന്നീടുന്ന സ്വർണദർപ്പണ സമഗണ്ഡമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമമണികളും ചേർത്തുടൻ കാർത്ത സ്വരമണികൾ മധ്യേ മധ്യേ കോർത്ത് ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട
വിസ്തൃതോരസി ചാർത്തും തുളസീ മാല്യങ്ങളും നിസ്തുലപ്രഭവത്സലാഞ്ജന വിലാസവും അങ്കദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുനാഥൻ. അയോധ്യയിൽ പൊൽത്താർമാനിനിമാരും കളിച്ചു വിളങ്ങിനാൾ. ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു, ലോകവും ആനന്ദിച്ചു. ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു, സമ്പ്രതി കൗമാരവും സംപ്രാപിപ്പിച്ചിതു മെല്ലെ. വിധിനന്ദനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകം ഉപനിശ്ചിതു ബാലന്മാരെ. ശ്രുതികളോടു പുനരംഗങ്ങളുപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താൽ എന്തൊരത്ഭുതം. അവ പാടവമേറും നിജശ്വാസങ്ങൾ തന്നെയല്ലോ. സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായി ചമഞ്ഞീടും. സഹസ്രപത്രോത്ഭവപുത്രനാം വസിഷ്ഠന്റെ മഹത്വമേറും ഭാഗ്യമെന്തു ചൊല്ലാവതോർത്താൽ. തനുർവേദാംബോ നിധിപാരകന്മാരായി വന്നു തനയന്മാരെന്നതു കണ്ടോരു ദശരഥൻ. മനസ്സി വളർന്നോരു പരമാനന്ദം പൂണ്ടു മുനിനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി. ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ. കോമളന്മാരായി മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമി ഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം. രാഘവനതുകാലം ഏകദാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരകരഥമേറി. പ്രാണസംമിതനായ ലക്ഷ്മണനോടും ചേർന്ന് ബാണതൂണീര ബാണാസന പൂണികൾ പൂണ്ട് കാനനദേശേ നടന്നിടിനാൻ നായാട്ടിനായി. കാണായ ദുഷ്ടമൃഗസഞ്ചയം കൊല ചെയ്താൻ. ഹരിണഹരി കരികരടി ഗിരിഗിരി ഹരിശാർദൂലാദികൾ അമിത വന്യമൃഗം വധിച്ചുകൊണ്ടുവന്നു ജനകൻ തൃക്കാൽ വച്ചു വിധിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങിനാൻ. നിത്യവും ഉഷസുഷശുദ്ധായ കുളിച്ചൂത്തു ഭക്തി കൈക്കൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാംബുജം വന്ദിച്ച് അനുജനോടും ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു. ദണ്ഡനീതി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു. മക്കളോടും ഗുരുഭൂതന്മാരോടും ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മനാം മൃഷ്ടഭോജനം കഴിച്ചതാ. ധർമ്മശാസ്ത്രാദി പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദലീന ചേതസാ നിത്യം. പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരമൻ പുരുഷൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായി അവതാരം ചെയ്ദേവം ഭൂമിപാലകവൃത്തി കൈക്കൊണ്ടു വാണിടിനാൾ. ചേതസാ വിചാരിച്ചു കാൺകീലു പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ലോ വികാരവും. ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം. ഹരേ രാമ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.